നമ്മുടെ വീട് വെച്ചിട്ട് ഏകദേശം ഒരു 6-7 വർഷമാവും കേട്ടോ. അച്ഛനാണ് നിന്ന് നമുക്ക് ഈ വീടെല്ലാം വച്ച് തന്നത്. അപ്പോൾ ഞാൻ ഈ വീടിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനെന്ന് പറഞ്ഞാൽ ഞാനും ഏട്ടനും ഈ വീഡിയോയിൽ പറയുമ്പോൾ ഞാൻ എന്ന് എടുത്ത് പറയുന്നു എന്ന് മാത്രം. ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ റൂഫ് ചെയ്തു, താഴെ ഷീറ്റ് ചെയ്തു, സോളാർ ചെയ്തു, ബോർവെല്ല് ചെയ്തു. അങ്ങനെ പല 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 കാര്യങ്ങളാണ് ഈ വീടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചില സമയങ്ങളിൽ എനിക്ക് തോന്നും ഈ വീട് കൊടുത്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫ്ലാറ്റിൽ താമസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഫ്ലാറ്റിലേക്ക് മാറാമെന്ന്. അപ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ ഈ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ പിന്നെ എന്ത് ചെയ്യും? അതുപോലെ സിറ്റിയോട് ഇത്രയും അടുത്ത് കിടക്കുന്ന സ്ഥലം, അച്ഛൻ കൂടെ നിന്ന് ഓരോ പണികളും നല്ല രീതിയിലാണ് ചെയ്തു തന്നത്. ഒരിക്കലും നമ്മൾ ഇനി വാങ്ങുന്ന വീട് അത്രയും നല്ല പണിയോടെ ചെയ്ത് കിട്ടണമെന്നില്ല കേട്ടോ. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളിൽ ഒന്നുകിൽ ഫ്ലാറ്റ് വാങ്ങുക, അല്ലെങ്കിൽ നിറയെ സ്ഥലമുള്ളൊരു സ്ഥലം വാങ്ങിയിട്ട് അതിൻ്റെ നടുക്ക് വീട് വയ്ക്കുക, നിറയെ കാറ് പാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ വേദയ്ക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവിടെയൊക്കെ ഒരു പന്തലല്ല, കുറച്ച് പേർക്കെങ്കിലും ഇരിക്കാൻ, കുറച്ച് കൂടുതൽ പേർക്കെങ്കിലും, ഇവിടെ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ ഇരിക്കാം, എങ്കിലും അതിനെക്കാട്ടി കൂടുതൽ പേർക്ക് ഇരിക്കാനുള്ള സ്ഥല സൗകര്യം, എല്ലാത്തിനും ഉള്ളൊരു സൗകര്യമുള്ളൊരു വീട്. അതൊന്നും ഈ സിറ്റി ഭാഗത്ത് വാങ്ങൽ നടക്കുന്നതല്ല, എങ്കിലും ഇതൊക്കെയാണ് കേട്ടോ ആഗ്രഹങ്ങൾ. അപ്പോൾ ഞാൻ പിന്നെയും കരുതും ഈ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളോ. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ഉള്ളതിനെ തന്നെ വീണ്ടും വീണ്ടും നന്നാക്കിക്കൊണ്ടേയിരിക്കുക, പുതുക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഓരോ ദിവസവും ഈ വീടിന് മിക്കവാറും പണികളായിരിക്കും കേട്ടോ. ഒരു 3 മാസത്തിലൊരിക്കലെങ്കിലും എന്തെങ്കിലുമൊക്കെ തൊട്ട് പണികളുണ്ടാവും. അങ്ങനെ തൊട്ട് പണികളെല്ലാം ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചേറെ കാര്യങ്ങളൂടെ ചെയ്യാം. കുറച്ചേറെയല്ല, കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ ഒരു 6-7 വർഷത്തെ പഴക്കം നമ്മുടെ ഈ വീടിനുണ്ട്. അപ്പോൾ അന്നത്തേതായ രീതിയിൽ വച്ചതാണ്. അപ്പം ഇപ്പോൾ കാലം മാറിയപ്പോൾ പുതിയ ട്രെൻഡുകളും കാര്യങ്ങളും ഇൻറ്റീരിയറും ഒക്കെ മാറിയപ്പോൾ അതിനൊത്ത് നമ്മുടെ വീടല്ല എന്നുള്ളൊരു ഇത് എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇൻറ്റീരിയർ ചെയ്യുക, പെയിൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു ഈവൻ കർട്ടൻസ് വരെ വളരെ പഴയതാണ് ഇവിടെ കിടക്കുന്നത്. അതുവരെ മാറ്റേണ്ട സമയം അതിക്രമിച്ച് നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് പല പല കാര്യങ്ങൾ നമ്മുടെ ബഡ്ജറ്റിൽ വരുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തേണ്ടി വരും. പക്ഷെ ഉറപ്പായിട്ടും എനിക്ക് കിച്ചൺ ഇൻറ്റീരിയർ, നമ്മുടെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, ഇത്രയും ഇൻറ്റീരിയർ ചെയ്യണം, കേർട്ടൺ ഒന്ന് ചേഞ്ച് ചെയ്യണം, പെയിൻറ്റ് ചെയ്യണം. ഇത് 3 എൻ്റെ ഇതിൽ പെയിൻറ്റിങ് ആയിട്ട് കിടക്കുകയാണ്. പ്ലസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഇൻ്റർലോക്കും പറ്റുവാണെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിപ്പോൾ ഉടനെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഉടനെ നടന്നാലും ആയി. എന്തായാലും വീട് പണിത സമയത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോൾ കുറേശ്ശെ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു വീടായി തന്നെ വരിക കേട്ടോ. അന്നും ഇഷ്ടത്തിനുള്ള വീടാണ്. നമുക്ക് വീടുണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എങ്കിലും അതിൽ നമുക്ക് ആഗ്രഹങ്ങൾ കുറേ ഉണ്ടാവുമല്ലോ, അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ.